മസാല ബോണ്ടിനെ പറ്റി തീർച്ചയായിട്ടും നമ്മൾ അന്നത്തെ തോമസ് ഐസക്കിനെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ വിമർശിക്കാതെ അതൊന്ന് പഠിച്ചിട്ട് ഇതുകൊണ്ട് നമുക്കുണ്ടാകുന്ന മെച്ചങ്ങൾ നേട്ടങ്ങൾ എന്താണെന്നും നമുക്ക് പണമില്ലാതെ നമ്മൾ എങ്ങനെയായാലും ഒരു കുടുംബത്തിൽ ഒരാൾക്ക് പണമില്ലാതെ വന്നാൽ നമ്മൾ ബാങ്കിനെ സംബന്ധിച്ചും വീട് പണയം വെച്ച് നമ്മൾ പലിശയ്ക്ക് ബാങ്കിൽ നിന്ന് പണം എടുക്കും. ഇത് നമ്മൾ മനസ്സിലാക്കും. നമുക്കത് കടം വാങ്ങുന്നത് എന്തായാലും ദൈനംദിന ജീവിതത്തിൽ എല്ലാവരും ഭൂരിപക്ഷം ആൾക്കാരും കടം വാങ്ങിച്ച് ബാങ്ക് ലോണിൽ നിന്നൊക്കെയാണ് പിടിച്ചു നിൽക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ഗവൺമെന്റ് ഒരു സ്ഥാപനമാണ്, ഒരു വീടാണ്, പൈസയില്ല. ഇവിടെയുള്ള ആൾക്കാർക്ക് അവരുടെ എല്ലാ കാര്യത്തിനും പണം വേണം. അതിനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ ഇപ്പം നമുക്കറിയാം ഇവിടുത്തെ GST, അതിന്റെ സെസ്, ഇതൊക്കെ 42% ടോട്ടൽ കളക്ഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കിട്ടുന്നതിന്റെ 42% സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കാവുന്ന 2014 ഫിനാൻസ് കമ്മീഷൻ 2015, 2016, 2017 ഒക്കെ വന്നെങ്കിലും ഇപ്പൊ അത് നിന്നുപോയി. അപ്പൊ നമുക്ക് ഭരണഘടനയിൽ ഇന്ന് വരെ ഈ ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റിനും ഇത്ര കോടി രൂപ സാമ്പത്തിക സഹായം കൊടുക്കാമെന്ന് ഇതുവരെ ഒരു ഭരണഘടനയിലും നമ്മൾ കണ്ടിട്ടില്ല.